താമരയൂർ തച്ചാറപ്പറമ്പ് കുളത്തിന്റെ ഉദ്ഘാടന സദസ്സിലേക്ക് ഒരു യാത്ര. ഭൂമിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. വരും തലമുറകൾക്ക് ജലസുരക്ഷയും പരിസ്ഥിതി സുരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗുരുവായൂർ നഗരസഭ നടപ്പിലാക്കി വരുന്ന ജലസുരക്ഷാ പദ്ധതികളുടെ ഭാഗമായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52 ലക്ഷം ചിലവിൽ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ താമരയൂർ തച്ചാറപ്പറമ്പിൻ കുളത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗുരുവായൂർ നഗരത്തെ 41-ാം വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 4 പേർ ഗുരുവായൂർ നഗരസഭയ്ക്ക് വിട്ടുകൊടുത്ത കുളം നവീകരിച്ചുകൊണ്ട് ഇന്ന് അതിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ഇവിടെ ഈ കുളത്തിനോട് ചേർന്ന് ഒരു ഓപ്പൺ ജിമ്മും തുറന്നിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ. വികസനം എന്ന് പറയുന്നത് വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതും റോഡുകൾ നന്നാക്കുന്നതും മാത്രമല്ല, നമ്മളുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതും വികസനത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ വികസനത്തിന് ചുക്കാൻ പിടിച്ച വാർഡ് കൗൺസിലർ ദിവ്യേച്ചിയാണ് നമ്മളോട് കൂടിയുള്ളത്. ദിവ്യേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമുക്ക് ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു നിമിഷമാണ് ഈ നിമിഷം. നമുക്ക് ഇത്ര 52 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നമ്മുടെ തച്ചാറുപറമ്പ് കുളം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ഇതാണ്. അതിലൊരു നല്ലൊരു എക്സസൈസിൻ്റെ ഒരു മെഷീനറീസ് അടക്കം നമുക്ക് നഗരസഭയായാലും സംസ്ഥാനം കേന്ദ്രവും എല്ലാം കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഒരു കുറേ കാലത്തൊരു ആഗ്രഹം സാധിച്ചു തന്നതാണ്. അതിന് ഏറ്റവും വലിയ നന്ദി ഗുരുവായൂർ നഗരസഭയോട് കടപ്പെട്ടിരിക്കുന്നു. നഗരസഭ ഏറ്റെടുത്ത് നവീകരിച്ചെങ്കിലും ഈ കുളം വിട്ടു നൽകിയ ചിലരുണ്ട്. അതിലെ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഈ കുളം ഞങ്ങള് 4 പേര് ഞങ്ങളുടെ പേരിലുണ്ടായിരുന്ന കുളമാണത്. തച്ചാറക്കുളം എന്ന് പറയുന്നത് ഞങ്ങൾ മേടിച്ച സ്ഥലത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുളം ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ പ്രതി, വാസ്തവൻ, പിന്നെ തിലകൻ, അതായത് ഞങ്ങൾ ജോ മുതലാളിയുടെ കയ്യിൽ നിന്ന്, കോട്ടപ്പടിയിലെ ജോ മുതലാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കുളം, ഈ സ്ഥലം മൊത്തം. അപ്പോൾ അതിലുണ്ടായിരുന്ന കുളമാണിത്. ആ കുളം ഇവിടെ പണ്ട് പോലെ കുളിക്കാനും തീരുമാനം ഒക്കെ ഉപയോഗിച്ചിരുന്ന കുളമാണ്, പറ്റാത്തൊരു കുളമാണ്. അപ്പോൾ ആ കുളം ഞങ്ങൾ നമുക്കത് സുരക്ഷയായി വെക്കണം, നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളും നമ്മുടെ വാർഡിലെ കൗൺസിലറും ദിവ്യ സജീവും കൂടിയിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തു. ഞങ്ങൾ 4 പേരും അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് കൂടാതെ ഈ കുളം കഴിച്ചിട്ട് കുറച്ച് ഒരു 2 സെന്റ് സ്ഥലം ഇവിടെ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയർമാൻ പറഞ്ഞു, രാമചന്ദ്രൻ ഇപ്പോൾ 2 സെന്റ് രാമചന്ദ്രൻ ഇവിടെ എന്തിനാ, അതും കൂടി വിട്ടു തന്നാൽ ഞാനിവിടെ ഒരു ഓപ്പൺ ജിമ്മ് ഇവിടെ വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ 2 സെന്റ് സ്ഥലവും മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തു. അതിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഓപ്പൺ ജിമ്മും ഇവിടെ കാണുന്ന ഈ സ്പേസൊക്കെ ഉണ്ടായത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ നഗരസഭയും ഒക്കെ നല്ല രീതിയിൽ ആ കുളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ 52 ലക്ഷം രൂപ മുടക്കി കൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ഇന്നിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. നമുക്ക് ഇനി വേണ്ടത് ഇത് നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടു നടക്കാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് നമ്മൾ ചെയർമാനോട് പറഞ്ഞിട്ടുണ്ട്, ചെയർമാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലേ ഇത് പൂർണ്ണതയിലെത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇത് ഇന്ന് ഈ കാണുന്ന ഭംഗി ഉണ്ടാവില്ല 2 ആഴ്ച കഴിഞ്ഞ് വന്നാൽ. അപ്പോൾ അത് കൂടി ശ്രദ്ധിക്കാൻ ചെയർമാനോട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. നമ്മുടെ നഗരസഭയല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ആ ഉറപ്പുണ്ട്. ഇത്രയും കാര്യമാണ് എനിക്ക് ഈ കുളത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് നമ്മുടെ കുളം? നവീകരിച്ച നഗരസഭയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും ഇത് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ ഇതിന് നേതൃത്വം കൊടുത്ത ഗുരുവായൂർ നഗരസഭയുടെ ജലസ്രോതസ്സുകൾ പ്രകൃതിയുടെ ദാനമാണ്. അമൂല്യതയുള്ള ഓരോ സ്രോതസ്സുകളും നമുക്ക് സംരക്ഷിക്കാം വരും തലമുറയ്ക്കായി.